السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على أشرف رسول الله وأفضل خلق الله وعلى آله وأصحابه ومن والاه. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. 3/2/2017 UAE ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് നിർവഹിക്കുന്നത്. വിഷയം വിധിയിൽ വിശ്വസിക്കാം. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളെയും എന്റെ സ്വന്തം ശരീരത്തെയും ഞാൻ ഉപദേശിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അവനൊരു മോചനമാർഗം അല്ലാഹു സജ്ജീകരിച്ചു കൊടുക്കും. വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിനച്ചിരിക്കാത്ത വിധം അവന് ഉപജീവനമാർഗം അല്ലാഹു നൽകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ അവന് അല്ലാഹു മതിയാകും. ഇന്നല്ലാഹ ബാലിഗു അംരിഹി. തന്റെ കാര്യം അല്ലാഹു നേടുക തന്നെ ചെയ്യും. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. ഓരോ വിഷയത്തിനും അവൻ ഒരു കണക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസത്തെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ മറുപടി നൽകുകയുണ്ടായി. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്. ഈമാൻ എന്ന് പറയുന്നത് നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വമലായികതിഹി വകുതുബിഹി. അല്ലാഹുവിന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കലാണ്. വറുസുലിഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹു നിയോഗിച്ച പ്രവാചകരിലും അന്ത്യനാളിലും നീ വിശ്വസിക്കലാണ്. ആറാമതായി വൽ ഖദ്രി ഖൈരിഹി വശർരിഹി. നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ മുൻ നിശ്ചയവും തീരുമാനവും പ്രകാരമാണ് സംഭവിക്കുന്നത് എന്നും നീ വിശ്വസിക്കലാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ നിശ്ചയം അലംഘനീയമാണ്. അല്ലാഹുവിന്റെ വിധികൾ തടയുവാൻ, തിരുത്തുവാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് ഭേദഗതി വരുത്തുവാനും ലോകത്താർക്കും സാധ്യമല്ല. തിന്മയിലും നന്മയിലും അല്ലാഹു അടിമകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു അടിമകളുടെ ക്ഷമയും മാനസികാവസ്ഥയും പരീക്ഷിക്കുകയും മനസ്സിലാക്കുകയുമാണ് ഇതുവഴി ചെയ്യുന്നത്. ഖുർആൻ തന്നെ പറയുന്നത് പോലെ വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നന്മയിലും തിന്മയിലും നാം നിങ്ങളെ പരീക്ഷണ വിധേയരാക്കുന്നതാണ്. വ ഇലൈനാ തുർജഊൻ. ശേഷം നിങ്ങൾ മടക്കപ്പെടുന്നതും നമ്മളിലേക്ക് തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു മനുഷ്യനു വിധിച്ചതെന്താണോ അതിൽ അവന് നന്മയുണ്ടാവും. അവൻ അതിൽ ഗുണം പ്രതീക്ഷിക്കാം. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നു, അജബൽ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം ഏറെ അത്ഭുതകരമാണ്, സന്തോഷകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ. അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അവനു പുണ്യമാണ്, പ്രതിഫലാർഹമാണ്, നന്മയാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഈ വിശിഷ്ട കാര്യമാവട്ടെ മുഅ്മിനിനല്ലാതെ, വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സാധ്യവുമല്ല. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു, ഇൻ അസ്വാബത് മുസറാ. മുഅ്മിനിന് സന്തോഷം കൈവന്നാൽ ശകറ. മുഅ്മിൻ അല്ലാഹുവിന് നന്ദി പറയും. ഫകാന ഖൈറൻ ലഹു. ആ നന്ദി പറയുന്നത് അവര് പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ്. വഇൻ അസ്വാബത് മുദറാ. മുഅ്മിനിന് വിപത്തോ സന്താപമോ വന്നു ഭവിച്ചാൽ സ്വബറ. മുഅ്മിൻ ക്ഷമ കൈക്കൊള്ളുന്നവനാണ്. ഫകാന ഖൈറൻ ലഹു. അതും അവന് പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ്. ഈ പുണ്യവും പ്രതിഫലവുമെല്ലാം അല്ലാഹുവിൽ നിന്നു ലഭിക്കുന്നത് അല്ലാഹുവിന്റെ വിധിയിൽ അവൻ തൃപ്തനായി എന്നതുകൊണ്ടാണ്. ഐശ്വര്യത്തിലും ഞെരുക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം അവൻ അല്ലാഹുവിന് വിധേയപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹുവിനോട് അവൻ സഹായമർത്ഥിക്കുകയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വസ്തഇൻ ബില്ലാഹ്.
നീ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കണം. വലാ തഅജസ്, നീ അശക്തനാവരുത്, നീ തളർന്നു പോവരുത്. ഫഇൻ അസാബക ശൈഉൻ, വല്ലതും നിനക്ക് വന്നു ഭവിക്കുമ്പോൾ, നീ ആഗ്രഹിക്കാത്തത് നിനക്ക് വന്നു ചേരുമ്പോൾ, ഫലാ തഖുൽ ലൗ ഫഅൽതു കദാ വകദാ, നിന്റെ നൈമിഷികമായ കണക്കുകൂട്ടലുകളെ ആശ്രയിക്കുന്ന രീതിയിൽ നീ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നു എന്നു നീ പറയരുത്. വലാകിൻ ഖുൽ, പക്ഷേ നീ പറയണം, ഖദറുല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. വമാ ശാഅ ഫഅൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നീ പറയേണ്ടത് എന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു അവന്റെ അടിമകളോട് കനിവാർന്നവനാണ്. അവന്റെ തീരുമാനങ്ങളിൽ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം മനുഷ്യനെ ദുർഘട സന്ധികൾ സധൈര്യം മറികടക്കാൻ പ്രേരിപ്പിക്കുകയാണ്. കാര്യങ്ങൾ മുഅ്മിനിന്റെ മുന്നിൽ, മനുഷ്യന്റെ മുന്നിൽ എളുപ്പമാവുന്നുവെങ്കിൽ ഫബിഫദ്ലില്ലാഹ്, അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. ഇനി നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ എളുപ്പമാവുന്നില്ലെങ്കിൽ, തടസ്സങ്ങൾ ഒന്ന് ഭവിക്കുന്നുവെങ്കിൽ ഫബിതഖ്ദീരിഹി സുബ്ഹാന, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഏതൊരാൾ ഒരു ജോലി അന്വേഷിക്കുമ്പോഴും പണം ആഗ്രഹിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലും ജോലിയിലും മികവും മുന്നേറ്റവും ആഗ്രഹിക്കുമ്പോഴും അവൻ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയും കഠിനമായി അധ്വാനം ചെയ്യുകയുമാണ് വേണ്ടത്. ഖുർആൻ പറയുന്നത് പോലെ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല, ഭൂമി നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് അള്ളാഹുവാണ്, അവനാണ്. ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും, വകുലൂ മിൻ റിസ്ഖി, അള്ളാഹുവിന്റെ ഉപജീവന മാർഗങ്ങളിൽ നിന്ന് നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുക. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് പുനരുത്ഥാനവും എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് അധ്വാനിക്കുന്ന അടിമകളെ ഇഷ്ടമാണ്. കഠിനാധ്വാനം ചെയ്യുകയും അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഏറെ പ്രതീക്ഷയോടെയാണ് അള്ളാഹു അവരോട് പെരുമാറുന്നത്. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിൻ വിധിയിൽ വിശ്വസിക്കുമ്പോൾ അവൻ കർമ്മനിരതനാവാനും അവന്റെ ഭാഗം പൂർണ്ണമായി ഭംഗിയായി ചെയ്യുവാനും അവന് ഉൾപ്രേരണയുണ്ടാകുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിനു ശേഷം ഐശ്വര്യവും രോഗത്തിനു ശേഷം ആരോഗ്യവും കൈവരും എന്നതാണ് ഇസ്ലാമിക ചിന്താഗതി നമ്മളോട് പറയുന്നത്. ഒരിക്കൽ സഹാബികൾ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെ ചോദിച്ചുവത്രേ, യാ റസൂലല്ലാഹ്, ഹൽ അലൈനാ ജുനാഹുൻ അൻ നതദാവ, രോഗങ്ങൾക്ക് ഞങ്ങൾ ചികിത്സ തേടിക്കൊള്ളട്ടെയോ, ഞങ്ങൾ ചികിത്സ തേടുന്നത് പാപകരമാണോ കുറ്റകരമാണോ എന്ന് സഹാബികൾ തിരുനബിയോട് ചോദിക്കുന്നു. അവിടുന്ന് പ്രതിവദിച്ചു, തദാവൗ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സ തേടണം. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലം യബ്ദഅൻ ഇല്ലാ വദഅ മഅഹു ശിഫാഅൻ ഇല്ലൽ ഹറം, വാർദ്ധക്യമൊഴികെ ഭൂമിയിലെ മുഴുവൻ രോഗങ്ങൾക്കും അല്ലാഹു ശമനം പ്രദാനം ചെയ്തിരിക്കുന്നു, ശമനം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ഒരു തവണ യാത്ര പുറപ്പെടുകയുണ്ടായി. എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു അവിടെ ഒരു പകർച്ചവ്യാധി പടർന്നിരിക്കുന്നുവെന്ന്. ഉടനെ ഷാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു പോന്നു. ആ സമയത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചു അത്രേ, അഫിറാറം മിൻ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ വിധിയിൽ നിന്ന്, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണോ? ഫഖാല ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു അത്രേ, നഅം, അതെ, പക്ഷെ നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ വിധിയിൽ നിന്ന് അവന്റെ തന്നെ മറ്റൊരു വിധിയിലേക്കാണ് നാം ഓടിപ്പോകുന്നത്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹു വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ കൈക്കൊള്ളുക എന്ന മഹത്തരമായ സന്ദേശമാണ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബലഹീനതയിൽ നിന്ന് കെട്ടുറപ്പിലേക്ക് നാം മുന്നേറേണ്ടതുണ്ട്. അറിവ് സമ്പാദിക്കുകയും പുരോഗതി ആഗ്രഹിക്കുകയും അഭിവൃദ്ധിയും മികവും നാം കരഗതമാക്കുകയും വേണം. മുഅ്മിനീങ്ങളെ, വിധിവിശ്വാസത്തിന്, അള്ളാഹുവാണ് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന വിശ്വാസത്തിന് സാമൂഹികവും വൈയക്തികവുമായ ഏറെ നേട്ടങ്ങളും പ്രതിഫലങ്ങളുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
വിധിയിൽ വിശ്വസിക്കുക വഴി മനുഷ്യന് സ്വസ്ഥത കൈവരും. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന റൂഹൽ ഖുദ്സി നഫത ഫീ റൗഇ അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തൗഇബ റിസ്ഖഹാ. അവിടുന്ന് പറയുന്നു, വിശുദ്ധ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിലാഗതനായിക്കൊണ്ട് എന്നോട് ഇപ്രകാരം ബോധനം നൽകുകയുണ്ടായി, ഒരു ശരീരവും കാലാവധി പൂർത്തിയാക്കും വരെ മരണപ്പെടുകയില്ല. ആ ശരീരത്തിന് അള്ളാഹു കണക്കാക്കിയ വിഭവം പൂർണ്ണമായി ഉപയോഗിക്കുന്നത് വരെയും ഒരാളും മരണപ്പെടുകയേ ഇല്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എനിക്ക് ബോധനം നൽകി എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസം ദൃഢമാവുമ്പോൾ, ഈ ബോധം രൂഢമൂലമാവുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും, ഹൃദയം സന്തോഷപൂരിതമാകും. അങ്ങനെ അള്ളാഹുവിന്റെ വാക്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനാവും. ഖുർആൻ പറയുന്നത് പോലെ, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രമേ ഏതൊരു വിപത്തും ആർക്കും ബാധിക്കുകയുള്ളൂ. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ, അള്ളാഹുവിൽ ഒരാൾ വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിന് അള്ളാഹു മാർഗദർശനം നൽകും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, ഏതൊരു വിഷയത്തെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, വിധിവിശ്വാസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫലം ജീവിത സംതൃപ്തിയാണ്. വിധിയിൽ വിശ്വസിക്കുന്നവന് സംതൃപ്തമായ ജീവിതം മുന്നോട്ട് നയിക്കാനാവും. ഈ സംതൃപ്തമായ ജീവിതമാവട്ടെ ഐശ്വര്യത്തിന്റെ അടിത്തറയുമാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വിധിച്ചു നൽകിയതിൽ നീ സംതൃപ്തനാവണം. തകുൻ അഗ്നന്നാസ്, അങ്ങനെയെങ്കിൽ നീ ഭൂമിയിലെ ഏറ്റവും വലിയ ഐശ്വര്യവാനായിരിക്കും. വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നബിയെ താങ്കൾ അവരോട് പറയണം, ഞങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് ഒന്നും ഭവിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. അല്ലാഹുവിൽ നമ്മൾ പൂർണ്ണമായി ഭരമേൽപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ വിധികളോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ നമുക്കാവും. അല്ലാഹുവിന്റെ വിധി വരുമ്പോൾ നന്മയാണെങ്കിൽ അതിൽ നന്ദി ചെയ്യുവാനും, അല്ലാഹുവിന്റെ വിധി നമുക്ക് വിപരീത ഫലമാണെങ്കിൽ അതിൽ ക്ഷമ കൈക്കൊള്ളുവാനും നമുക്കാവണമെന്നാണ് ഇതിന്റെ രത്നച്ചുരുക്കം. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, നീ നന്മയായാലും തിന്മയായാലും അള്ളാഹു വിധിച്ചതിൽ തൃപ്തിയടയുക. അതു നിന്റെ ആകുലതകൾ പരിഹരിക്കുകയും നിനക്ക് പരലോകത്ത് ഏറെ സഹായകമാവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാര് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിൻ അള്ളാഹുവാണ് ഉപകാരവും ഉപദ്രവവും നന്മയും തിന്മയും തീരുമാനിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുക വഴി അവന് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാനാവും. ഖുർആൻ തന്നെ പറയുന്നത് പോലെ, അള്ളാഹു നമ്മളോട് പറയുന്നു, അള്ളാഹു താങ്കൾക്ക് വല്ല വിപത്തും വരുത്തുകയാണെങ്കിൽ അത് നീക്കിക്കളയാൻ മറ്റാരും ഇല്ല തന്നെ. ഇനി താങ്കൾക്ക് അള്ളാഹു നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഔദാര്യം തട്ടിമാറ്റുവാനും ഭൂമിയിൽ ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുമെന്നും ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസത്തോടെ അള്ളാഹുവിലേക്ക് മനമുരുകി നാം പ്രാർത്ഥനയിൽ വീഴുമ്പോൾ അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമരുളും. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ്, പ്രതിസന്ധിയിലകപ്പെട്ടവന് ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, വിധിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിലൂടെ ക്ഷമ കൈക്കൊള്ളുവാനും പരമമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും പ്രതിസന്ധികൾ അതിജയിക്കുവാനും നമുക്ക് സാധിക്കും. അള്ളാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ച് ആശ്വാസത്തോടെ നമുക്ക് അധ്വാനിക്കുവാനാകും. ശുഭാപ്തി വിശ്വാസം നമ്മെ ഊർജ്ജസ്വലരാക്കുകയും ഏതൊരു പ്രയാസത്തിനു ശേഷവും ഒരു ആശ്വാസം അവന് വരാനുണ്ടെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഉൾക്കൊള്ളാനും നമുക്കാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.